ഗൈസ് അങ്ങനെ ഫൈനലി പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി. തുടരും എന്ന പടം ഞാൻ കണ്ടിരിക്കും. ഇത് 100% പോസിറ്റീവ് അഭിപ്രായം വന്ന പടമായതുകൊണ്ടാണ് ഞാൻ കണ്ടത്. കിടിലം പടം, കിടിലം. ഇതുപോലെ വേണം ചലച്ചിത്രം എടുക്കാൻ. അത് കുടുംബത്തോടെ ഒന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പടം എടുത്തോടെ. ഒരു കിടിലം പടമാണ്. മ്യൂസിക്കൊക്കെ സൂപ്പർ മ്യൂസിക്. MG ശ്രീകുമാർ പാടിയിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച ഒരു വില്ലനൊക്കെ കൈ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇടിക്കാൻ തോന്നുന്നു ഗൈസ്. അങ്ങനത്തെ വില്ലനാണ് ഇതിനകത്തുള്ളത്. പ്രകാശ് വർമ്മയാണ് ഇതിലത്തെ വില്ലനായിട്ട് വരുന്നത്. പിന്നെ ബിനു പപ്പു പുള്ളി കിടിലായിരുന്നു. ബിനു പപ്പു പൊളിയായിരുന്നു. പിന്നെ മോഹൻലാൽ എന്ത് ആക്ടിങ് ആണ് മോഹൻലാൽ. പുള്ളി കരയുമ്പോൾ നമുക്ക് കരയാൻ വരും ഗൈസ്. അമ്മാതിരി ആക്ടിങ് ഉണ്ട്. കിട്ടില്ല ആക്ടിങ് ഗൈസ്. നല്ല ഷോർട്സ് ആയിട്ട് ഇവരെടുത്താണ്. നല്ല കിട്ടിലിട്ട് വൃത്തിക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് വേണം. നല്ല BGM ആയിരുന്നു. ജെക്സ് വിജയ് ആയിരുന്നു BGM ചെയ്തത്. സോ എനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്തൊരു പടം കാണാൻ. ഒരു ഓൾഡ് മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി. ഓൾഡ് മോഹൻലാലി ന്യൂ, അങ്ങനെയാണ് ഈ പടം. ഇതൊരു എന്താ പറയുക, നല്ല ത്രില്ലായിട്ടുള്ളൊരു പടമാണ്. ഇത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫീൽ ഗുഡായിട്ട് പോകും. സെക്കൻഡ് ഹാഫ് ഭയങ്കര ത്രില്ലറായി പോകും. അതിൻ്റെ ഇടയിൽ കുറേ കോമഡി കാര്യങ്ങൾ. പിന്നെ ഈ ശോഭനയും മോഹൻലാലുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അധികമില്ല. ബട്ട് രണ്ടുപേരും ആക്ടിങ് കിട്ടില്ലായിരുന്നു. സൂപ്പറാക്കിയിട്ടുണ്ട്. അവർക്ക് തന്ന റോൾ അവർ ചെയ്തിട്ടുണ്ട് പടം. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം ആ ചെരിഞ്ഞ തോളൊക്കെ സൂപ്പറായിരുന്നു. ഇതും ഒരു കിട്ടില്ല ഹിറ്റാവട്ടെ. ഇത് ഹിറ്റാണെന്ന് ഇത് ഒരാഴ്ചയിൽ തൊട്ട് ഇതിൻ്റെ ഒരു ബുക്കിംഗ് ഉണ്ടാവില്ല. ഫുള്ള് തീർന്നു ഒരാഴ്ച, അടുത്ത ഒരാഴ്ചത്തേലോട്ട്. സോ തുടരും. പിന്നെ അവസാനം ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കണം, മോഹൻലാൽ തുടരും. കിടിലായിരുന്നു അങ്ങനെ പടം. ഒരു പടം നമ്മുടെ മനസ്സ് മറിയുന്ന ഒരു പടം നമുക്ക് കാണാൻ പറ്റും കുറച്ച് നാളുകൾക്ക് ശേഷം. സൂപ്പറായിരുന്നു പടം. സോ തരുൺ മൂർത്തി കിടിലായിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് തുടരുമെന്ന മലയാളം സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലത്തെ അടുത്ത ഹൃദയപൂർവ്വമാണെന്ന് തോന്നുന്നു മറ്റേ മോഹൻലാലിൻ്റെ വരുന്നത്. അതും ഇതിനൊക്കെ കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത പടം ഹിറ്റ് സൂപ്പർ ഹിറ്റ് കൊണ്ട് നിറയട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി കുറച്ച് നാളത്തോട്ട് ഞാൻ ബിസി ആയിരിക്കും. നാളെ വേളാങ്കണ്ണി ഞങ്ങൾ പോകണ്ട. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്നത്. Day 1 Day 2 അങ്ങനെയായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടത്. സോ ഇതൊക്കെയാണ് എനിക്ക് തുടരുമെന്ന മാസ്മരിക പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ, സീ യു നെക്സ്റ്റ്.